ആയുധശേഖരം പോലെ എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനപ്പെട്ടതാണ് യുദ്ധവാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ യുദ്ധവാഹനങ്ങളും മനുഷ്യർ നിർമ്മിക്കാറുണ്ട്. അത്തരത്തിൽ ലോകത്ത് നിർമ്മിച്ചിട്ടുള്ള കൂറ്റൻ മിലിറ്ററി വെഹിക്കിൾസ് ആണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൂൺ ക്ലാസ് ഫുട്ബോൾ ഫീൽഡിന്റെ അത്രയും വിങ് സ്പാൻ ഉള്ളതും 7 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള റോക്കറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച പറക്കുന്ന കപ്പലാണ് ലൂൺ. 242 അടി നീളവും 243 ടൺ ഭാരവും ഉണ്ട് ഇതിന്. 1975-ൽ സോവിയറ്റ് യൂണിയനാണ് ഈ രാക്ഷസ കപ്പൽ നിർമ്മിച്ചത്. മാത്രമല്ല 500 ടൺ ഭാരം വഹിക്കാനും ഈ കപ്പലിന് സാധിക്കും. ഇത്രയും വെയിറ്റ് ക്യാരി ചെയ്യുന്ന സമയത്ത് പോലും ഇതിന് മണിക്കൂറിൽ 543 കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാനും കഴിയും. അതുകൂടാതെ ഒരു എയർക്രാഫ്റ്റ് കാരിയർ തകർക്കാൻ കഴിവുള്ള 6 മിസൈലുകളും ലൂണിന് ഫയർ ചെയ്യാൻ സാധിക്കും. ഇത് വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വെള്ളത്തിനും കപ്പലിനും ഇടയിൽ എയർ പ്രഷർ വർദ്ധിക്കുകയും ഒരു എയർ കുഷൻ രൂപപ്പെടുകയും ചെയ്യും. ഇതിനാൽ ലൂൺ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഇഞ്ച് ഉയരത്തിൽ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് ഇതിനെ പറക്കുന്ന കപ്പലെന്ന് വിളിക്കുന്നത്. പ്യൂട്ടർ വെൽക്കി ന്യൂക്ലിയർ മിസൈൽ ക്രൂസർ പ്യൂട്ടർ വെൽക്കി ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്. 6 നിലയുള്ള ഈ കപ്പലിന് 827 അടി നീളമുണ്ട്. മാത്രമല്ല ഈ കപ്പലിലെ എല്ലാ കോറിഡോറും കൂട്ടിച്ചേർത്താൽ അതിന് 20 കിലോമീറ്ററോളം നീളവും ഉണ്ടാവും. യുദ്ധസമയത്ത് ഈ കപ്പലിൽ നിന്ന് ടോർപിഡോ ഉൾപ്പെടെ 3 PLC മിസൈലുകൾ ഫയർ ചെയ്യാം. അതുകൂടാതെ സിസ്റ്റം കൺട്രോൾഡായ 200-ലധികം മിസൈലുകൾ വേറെയുമുണ്ട് ഇതിൽ. ഇതിലെ ഓരോ മിസൈലിനും 7 ടൺ ഭാരമുണ്ട്. ഇതുപയോഗിച്ച് ന്യൂയോർക്ക് നഗരത്തിന്റെ അത്രയും വലുപ്പമുള്ള പ്രദേശങ്ങൾ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാം. ജെറാൾഡ് ആർ ഫോർഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയറാണ് US-ന്റെ ജെറാൾഡ് ആർ ഫോർഡ്. ഈ കപ്പൽ നിർമ്മിക്കാൻ 9 വർഷവും അതുകൂടാതെ $17.5 ബില്യൺ വേണ്ടിവന്നു. ഈ കപ്പലിന് 93 മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ ഉയരമുണ്ട്. അതുകൂടാതെ 1106 അടി നീളവും 255 അടി വീതിയുമുണ്ട് ഇതിന്. 90 ഫൈറ്റർ ജെറ്റുകളും 100 വാഹനങ്ങളും അതുകൂടാതെ 4660 ആളുകളെയും ഒരേ സമയം കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ കപ്പലിന്. മാത്രമല്ല 2 ന്യൂക്ലിയർ റിയാക്ടറുകളുടെ സഹായത്തോടെയാണ് ഇത് ചലിക്കുന്നത്. Tu-160 അഥവാ ബ്ലാക്ക് ജാക്ക് എന്നറിയപ്പെടുന്ന ഈ ബോംബർ പ്ലെയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ഏറ്റവും ഭാരമേറിയ ന്യൂക്ലിയർ ബോംബറാണ്. ഈ വാഹനത്തിന് 16,000 കിലോമീറ്റർ ഉയരത്തിൽ പറക്കാനാകും. മാത്രമല്ല സൗണ്ടിനേക്കാൾ 2 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാനും സാധിക്കും. നിലവിലെ പ്ലെയിനിന്റെ പേരിൽ 46 വേൾഡ് റെക്കോർഡുകളുണ്ട്. 1987-ൽ സോവിയറ്റ് യൂണിയനാണ് ഈ ബോംബർ പ്ലെയിൻ നിർമ്മിച്ചത്. ഇതിൽ നിന്നും ഫയർ ചെയ്യുന്ന മിസൈലുകൾക്ക് 12,000 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കും. അതായത് റഷ്യയിൽ നിന്ന് യൂറോപ്പിലെ ഏത് രാജ്യത്തെയും അമേരിക്കയെയും ആക്രമിക്കാൻ ഈ വാഹനത്തിന് സാധിക്കും. അക്കൂല ലോകത്തിലെ ഏറ്റവും വലിയ മുങ്ങിക്കപ്പലാണ് അക്കൂല. ഈ ന്യൂക്ലിയർ സബ്മറൈന് 565 അടി നീളവും 78 അടി വീതിയും 92 അടി ഉയരവുമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് 2 മുങ്ങിക്കപ്പലുകൾ കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച മറ്റൊരു മുങ്ങിക്കപ്പലാണ്. ഇത്രയും വലുപ്പമുണ്ടെങ്കിലും ഇത് കൈകാര്യം ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. കൂടാതെ ഏത് തടസ്സത്തെ തരണം ചെയ്യാനും സാധിക്കും. ഇതിന് 2.5 മീറ്റർ കട്ടിയുള്ള ആർട്ടിക് ഐസൊക്കെ വളരെ എളുപ്പത്തിൽ തകർക്കാൻ സാധിക്കും. മാത്രമല്ല 11,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന 20 മിസൈലുകളും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടതിൽ ഏത് വാഹനമാണ് കൂടുതൽ അതിശയം തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.